ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഏപ്രിൽ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ പുണർന്നത്തിന്റെ കാൽഭാവവും പൂയവും ആയില്യവും കൂടി ചേരുന്ന കർക്കിടക കൂറുകാർക്കുള്ള ഫലമാണ്. കർക്കിടക കൂറുകാർക്ക് പൊതുവെ രാശിയൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ലഗ്നത്തിന്റെ അതായത് കർക്കിടക രാശിയുടെ 6ാം ഭാവത്തിൽ ശനി, വ്യാഴം, കേതു, 8ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, 9ാം ഭാവത്തിൽ സൂര്യൻ, 11ൽ ചൊവ്വ, 12ൽ രാഹു എന്നിവയാണ് കാണുന്നത്. ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണദോഷ മിശ്രഫലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 5ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ ഇപ്പോൾ 6ാം ഭാവത്തിൽ പോയിരിക്കുന്നത് അത്ര ഗുണകരമല്ല. പക്ഷെ 6ാം ഭാവത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഗുണകരം തന്നെയാണ്. 6ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും ഗുണകരം തന്നെയാണ്. 11ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതും ഗുണകരം തന്നെയാണ്. പക്ഷെ 9ൽ നിൽക്കുന്ന സൂര്യൻ ഗുണകരമല്ല. അപ്പോൾ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും എല്ലാം വൈകുവാനും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ പ്രതീക്ഷിക്കാവുന്ന നിങ്ങളുടെ മാനസിക സങ്കല്പങ്ങൾക്ക് അനുയോജിച്ച് വരാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. അതിനായി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഭഗവാന്, അതായത് ഈശ്വരന് ചുറ്റുവിളക്ക് നടത്തുന്ന ഈ ഒരു മാസത്തിൽ ചുറ്റുവിളക്ക് നടത്തുന്നതും ഇളനീർ അഭിഷേകം കഴിക്കുന്നതും വളരെ ഉചിതമാണ്. അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ കുറച്ച് അലോസര സംബന്ധമായിട്ടുള്ള ഒരു വിമ്മിഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. ഏകദേശം ഈ മാസം 23ാം തീയതിയോടുകൂടി വക്രഗതിയോടുകൂടി വരുന്ന വ്യാഴൻ വളരെ പവർഫുള്ളായിട്ട് 5ാം ഭാവത്തിൽ വരുന്നത് ഗുണകരം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് 23ാം തീയതിക്ക് ശേഷം വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവവും സ്റ്റാർട്ടിംഗിൽ തൊട്ട് 15ാം തീയതി വരെ ഗുണകരമല്ലാത്ത ഒരു അനുഭവമാണ് വരുന്നത്. എങ്കിലും 8ാം ഭാവത്തിൽ ശുക്രനും ബുധനും നിൽക്കുന്നത് അനുകൂലം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽ മേഖലയിൽ പൊതുവെ ശ്രദ്ധ അനുകൂലപരമായിട്ട് വരുന്നുണ്ട്. കടം വാങ്ങലും കൊടുക്കലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായി ഇപ്പോൾ ശ്രമിക്കരുത്. 23-ന് ശേഷം ശ്രമിച്ചാൽ മതി. അതിനായിട്ടുള്ള ധനവിക്രയങ്ങളും മറ്റും ഇപ്പോൾ നടത്തരുത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പഠനത്തിനും ഉപരിപഠനത്തിനുമായി ധനസംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കരുത് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ കുറച്ച് അലച്ചിലുകളും ഉലച്ചിലുകളും വരുവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളെ പൊതുവെ ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് വെക്കേഷൻ എല്ലാം വരുവാനുള്ള സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ സീറ്റ് തർക്കങ്ങളും മറ്റുള്ളതും നടക്കുന്നത് കാരണം ഇവർക്ക് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. അത് വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ അത്ര അനുകൂല സമയമല്ല, വളരെ ദോഷമാണ്. അത് കാരണം അതുപോലെ കാര്യങ്ങൾ വേണ്ട പോലെ ചിന്തിച്ച് 23ാം തീയതിക്ക് ശേഷം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ പ്രമോഷനായി ശ്രമിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ പ്രമോഷൻ കിട്ടുകയില്ല. അതേസമയത്ത് 23ാം തീയതിക്ക് ശേഷം അത് വരുവാനുള്ള സാധ്യതയുമുണ്ട്. 23 തൊട്ട് ഏകദേശം അവസാനം തോറും അതിനുള്ള പ്രതീക്ഷകൾ വരുന്നതാണ്. ഇവർക്ക് പൊതുവെ കുടുംബപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണദോഷ മിത്രത്തിൽ ഗുണവും ദോഷവും ചേരുന്ന ഒരു സമയം തന്നെയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. സഹായങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആരോഗ്യവും വളരെ കുഴപ്പമുണ്ടാവില്ല. ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ച് അലസതകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. മാതാവിൽ നിന്നും അത്ര അനുകൂലപരമായിട്ടുള്ള സ്ഥിതി ഉണ്ടാവില്ല. ബന്ധുക്കളിൽ നിന്നും അത്ര അനുകൂലപരമായിട്ടുള്ള സ്ഥിതികൾ ഉണ്ടാവില്ല. ഓർമ്മശക്തി വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യം അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം പ്രത്യേകപരമായിട്ട് ആരോഗ്യം ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഉഷ്ണസമയമായ കാരണം കൊണ്ട് ഉഷ്ണസംബന്ധമായിട്ടുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മൂത്രാശയമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതിനായി ശിവലിംഗൽ ഇളനീർധാര കുളിർപ്പിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതുകൂടാതെ തന്നെ
കാര്യ നിവൃത്തി സ്ഥാനങ്ങൾ കുറച്ചെല്ലാം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മാതിരിയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നമ്മൾ ഉദ്ദിഷ്ട സമയത്ത് നടക്കാതെ വരുന്ന മാനസിക പ്രശ്നങ്ങളും എല്ലാം ഒന്ന് തരണം ചെയ്യേണ്ടത് ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ മൂലം പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോൾ ഈ അവസരത്തിൽ കാണുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ പൊതുവെ പിതൃക്കളിൽ നിന്നും ഗുരുക്കളിൽ നിന്നും അനുകൂലപരമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാവില്ല. കർമ്മമേഖല പൊതുവെ ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് പകുതിക്ക് ശേഷം ഏപ്രിൽ 15 ശേഷമേ കർമ്മമേഖല പുരോഗമനമായി വരികയുള്ളൂ. മന്ദഗതി ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കണം. വസ്ത്രാഭരണ രംഗത്തും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ആഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. വാഹന സംബന്ധമായിട്ടുള്ളവർക്കെല്ലാം കുറച്ച് ദോഷ സമയം തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വാഹനങ്ങൾ ഡ്രൈവർമാരെല്ലാം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അത് കാരണം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക. വിദേശത്തിൽ നിന്നും ജോലി തിരിച്ചു വരുന്നവർക്കെല്ലാം കുറച്ച് സമയം നീണ്ടിപ്പോയി അല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. പുണ്യക്ഷേത്രങ്ങളിലെ സന്ദർശിക്കുവാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെ പറയാം. ഈ മാസത്തിൽ ഇവർക്ക് ചെയ്യേണ്ടതാവുന്ന പരിഹാരങ്ങൾ: പുണർ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൽ പ്രീതി നൽകുകയും, പൂയ നക്ഷത്രക്കാർക്ക് ശനി ഭഗവാന് നെയ്വിളക്കും നെയ്യ് അഭിഷേകവും ചെയ്യുന്നത് കൊണ്ട് വളരെ ഉചിതപരമായിട്ടും, ആയില്യ നക്ഷത്രക്കാർക്ക് നാഗത്തിങ്കിലും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും വളരെ പാൽപ്പായസം, തുളസിമാല എന്നിവയും ഭാഗ്യസൂക്തം നടത്തുന്നതും വളരെ ഉചിതപരമായി കാണുന്നുണ്ട്. ഈ മാസത്തെ ഫലങ്ങളിൽ ഇവർക്ക് ഇതാണ് പറയുവാനുള്ളത്.